ഒറ്റക്കാലിൽ മിനുക്ക് വേഷത്തിൽ പറയൻതുള്ളൽ വേദിയിലെത്തിച്ച ഗൗരി നന്ദന കലോത്സവ വേദിയിലെ ഒരു വേറിട്ട കാഴ്ചയായിരുന്നു. ഒന്ന് സാധാരണഗതിയിൽ ഓട്ടൻതുള്ളലാണ് മഹാഭൂരിപക്ഷം ആളുകളും എത്തുന്നവരെല്ലാരും അവതരിപ്പിക്കാറുള്ളത്. ഇത് പറയൻതുള്ളൽ, ശീതങ്കൻ തുള്ളൽ നമ്മളിതൊക്കെ പഠിച്ചിട്ടുണ്ട് മോളെ, നമുക്കിതൊക്കെ അറിയാം കേട്ടോ. അപ്പോ നമുക്കൊന്ന് കണ്ടാലോ ഗൗരി നന്ദന എന്ന മിടുക്കിയെ നമുക്കാണ്. ജാതി വ്യവസ്ഥകളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ ക്ഷേത്രാങ്കണങ്ങളിൽ നിന്ന് പുറത്തായ കലയാണ് കുഞ്ചന്റെ തുള്ളൽ. ക്ഷേത്ര പരിസരത്ത് പോലും പ്രവേശനം നിഷേധിക്കപ്പെട്ടവരെ കൊണ്ട് നമ്പ്യാർ കഥ പറയിക്കുകയായിരുന്നു. കലവിപ്ലവമാണെന്ന് തെളിയിച്ച തുള്ളൽ കലോത്സവ വേദിയിലെത്തുമ്പോഴും ചില മാറ്റങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഓട്ടൻ, ശീതങ്കൻ, പറയൻ എന്നിങ്ങനെ തുള്ളൽ 3 വിധമെങ്കിലും ഓട്ടൻ തുള്ളലാണ് മഹാഭൂരിഭാഗം മത്സരാർത്ഥികളും വേദിയിൽ എത്തിക്കാറ്. എന്നാൽ കലോത്സവത്തിന്റെ തുള്ളൽ വേദിയിൽ പറയൻ തുള്ളലുമായാണ് പത്തനംതിട്ട ഗവൺമെന്റ് GHSSലെ ജെ ഗൗരിനന്ദ എത്തിയത്. കാഴ്ചക്കാർക്കൊരു പുതിയ കാഴ്ചയാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിട്ടാണ് ഈ ഐറ്റം തിരഞ്ഞെടുക്കാൻ കാര്യം. എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് മിനുക്ക് ആണ്. ഓട്ടം തുള്ളലിന് പച്ചയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനിപ്പം മിനുക്കാണ്. ഇതിൽ തന്നെ വേഷത്തിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ പ്രധാന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കാലിലാണ് അടവുകൾ വരുന്നത്. ഒറ്റക്കാലിൽ ചെലം കെട്ടിക്കൊണ്ടാണ് കളിക്കുന്നത്. ഗുരു, കലാമണ്ഡലം നിഖിലും ശിഷ്യയുടെ തീരുമാനത്തിന് പൂർണ്ണ പിന്തുണ നൽകി. എനിക്കും ചിലത് പറയാനുണ്ട് ഈ സമൂഹത്തോട് എന്ന് പറഞ്ഞാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുഞ്ചൻ നമ്പ്യാർ ശീതങ്കൻ തുള്ളലിനെയും ശീതങ്കൻ പൊലയൻ എന്നാണ് ശീതങ്കൻ പൊലയനെയും പറയനെയും ക്ഷേത്ര മതിൽക്കത്തിനകത്ത് കയറ്റി കഥ പറയിക്കുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കം മുതൽ ഇങ്ങോട്ട് 2ഓ 3ഓ മത്സരാർത്ഥികൾ മാത്രമാണ് ഇതുവരെ പറയൻതുള്ളലുമായി മത്സരത്തിനെത്തിയതെന്നതാണ് ഗൗരി നന്ദനയുടെ ഈ തീരുമാനത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്. കലയും വിപ്ലവമാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ വേദികളിലും ഇപ്പോൾ മത്സര ഇനമായി വരുമ്പോൾ വിപ്ലവം സാധ്യമാവുന്നുണ്ട്. അയ്യപ്പദേവിനൊപ്പം നിഖിൽ മലപ്പട്ടം, കൈരളി ന്യൂസ്.